ഇതാണ് പുതുവള്ളിക്കൽ ഹൗസ്. 2 വീടുകളുണ്ടെങ്കിലും ഒരു കുടുംബമാണ്. പുതുവള്ളിക്കൽ ഈസ്റ്റ് ആൻഡ് പുതുവള്ളിക്കൽ വെസ്റ്റ്. നമുക്കാദ്യം പുതുവള്ളിക്കൽ ഈസ്റ്റിലോട്ട് പോകാം. ദക്ഷേ, എന്താ മഹി ഏട്ടത്തി? മക്കളെ വിളിച്ച് എണ്ണയിപ്പിക്ക്, അവർക്ക് പോകണ്ടേ? ആ ഏട്ടത്തി. മഹി, എടി മഹി, എന്താ ചന്ദ്രേട്ടാ? എടി ചായ. ചായയോ? അതെന്താ, നീ ചായന്ന് കേട്ടിട്ടില്ലേ? ദേ മനുഷ്യ, ഞാൻ കേട്ടിയാലും നോക്കൂല, തലക്കൊന്നും വരും. എത്രാമത്തെ ചായ കൊടുക്കുന്നു വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? രാവിലെ തന്നെ തുടങ്ങിയോ നിങ്ങള്? പിള്ളേരെക്കാള് കഷ്ടമാണല്ലോ. ഏയ്, ഞങ്ങള് വെറുതെ. ശ്രീയേട്ടന് ഇറങ്ങാൻ പോവാണോ? ഞാൻ ചായ എടുക്കട്ടെ? എനിക്കും. ആ എടുത്തോ. അല്ല, മക്കൾ എഴുന്നേറ്റില്ലേ? ഇന്നത്തെ കലാപരിപാടികൾ കേൾക്കുന്നില്ലല്ലോ. ഇല്ല, ഇപ്പൊ തുടങ്ങും മിക്കവാറും. ഞാൻ എന്നങ്ങ് ചെല്ലട്ടെ. പാറു എന്ന് ഇവളുടെ കൂടെയാണോ കിടന്നേ? പാറു, എടി പാറു, എഴുന്നേറ്റ്. എന്താ അമ്മ, ഒരു 5 മിനിറ്റ്സ് കൂടെ കിടക്കട്ടെ? 5 മിനിറ്റോ? പറ്റത്തില്ല, നീ പോയി നിന്റെ റൂമിൽ പോയി റെഡിയായേ. പോ. എടി പെണ്ണെ, നിനക്ക് ഇന്നാണ് ഇന്റർവ്യൂ. നിനക്ക് വല്ല ബോധമുണ്ടോ? അയ്യോ, അത് ശരിയാണല്ലോ. ഞാൻ എന്നാ പോട്ടെ. മോളെ ദേവു എഴുന്നേക്ക്, ഇന്ന് നിനക്ക് പോണ്ടേ? ആ വെക്കാമ, ഞാൻ എന്നാ പോയി റെഡി ആവട്ടെ, എയർപോർട്ടിൽ പോണ്ടേ. പട്ടി എന്നാ മരപ്പട്ടി? രാവിലെ തന്നെ തുടങ്ങിയോ 2 ഞാനല്ല ദക്ഷമ്മേ, ആദ്വികാണ്. ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോ ദേ ഇവൻ. അതെ, ഞാനാ. നീ എന്തിനാടാ കാശ് എന്റെ സാധനം എടുത്തേ? ഞാൻ ഒന്നും എടുത്തില്ല. നിനക്ക് എന്നാടാ? ദേ, നീ എന്റെ കയ്യകലത്തുനിന്ന് മാറിയുന്നോ? രണ്ടും നിർത്തിക്കേ, എന്താ പ്രശ്നം എന്ന് പറ. ഞാൻ പറയാം. ഇവനില്ലേ, എന്നെ പുതിയ ഷർട്ട് എടുത്തോണ്ട് പോയി. ഞാൻ ഒന്നും എടുത്തില്ല. എന്താണ് കാഴ്ചയുടെ പ്രശ്നം? കച്ചറ പിള്ളേരെ പോലെ. ദേ എന്റെ ഷർട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ അല്ല എടുത്തേന്ന്. ആടച്ചു, എങ്ങനെയുണ്ട്? എനിക്ക് ചേരണ്ടോടാ? മോനിങ് വന്നേ. ആടാ ദേവന്. എന്താടാ, എന്തിനാടാ പട്ടി എന്റെ ഷർട്ട് എടുത്തിട്ടേ? എന്താടാ, എന്തിനാടാ നീ ഇപ്പൊ എന്നെ തല്ലിയേ? അവൻ മാത്രല്ല, ഞാനും ചിലപ്പോ ഒന്ന് തരും. സൂക്ഷിച്ചോ നീ. സത്യം പറയടാ, നീ എന്തിനാടാ എന്റെ ഷർട്ട് എടുത്തിട്ടെ? അത് പിന്നെ കോളേജിൽ പോവണ്ടേ? അതിന് എന്റെ കോളേജ് പഠിത്തം കഴിഞ്ഞല്ലേ. അവൻ പെണ്ണുങ്ങളെ കാണാൻ പോണേ കോളേജിന് മുമ്പില്. അതിന് വായി നോക്കാൻ പോകുമ്പോടാൻ എന്റെ ഷർട്ടാ കിട്ടുള്ളൂ നിനക്ക്? അത് പിന്നെ ഞാൻ നോക്കിയപ്പോ നല്ലൊരു ഷർട്ട് കിടക്കണ കണ്ടു, പിന്നെ ഞാനതങ്ങ് എടുത്തിട്ട്. ഇങ്ങനെ പോയവനെ പേടിച്ചിട്ട് ഷഡ്ഡി പോലും ഇടാൻ പറ്റൂലല്ലോ. അത് പോലും എടുത്തിടും. ഏയ്, ഞാനത്രക്കാരൻ നെഹിഹേ. എന്റെ ഷർട്ട് എടുത്താടാ പൂവൻ കോഴി. എടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്ക്. എനിക്ക് റെഡിയാവാൻ പോവാൻ വയ്യ. ഡാബി, എനിക്ക് ഇന്റർവ്യൂവിന് സമയമായി, ഞാൻ കൂടെ മാറ്റിയേ. അവളുടെ 100ാമത്തെ ഇന്റർവ്യൂ. ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. ആ സമയമായി, എല്ലാരും പോവാൻ നോക്കിയേ. നിങ്ങൾ എന്താ പിള്ളേരെ റെഡിയായി വരാത്തെ? ഇതേ ലച്ചമ്മയുടെ പുന്നാര മോൻ കാരണം വഴിക്കിത്. അവന്റെ ഒരു ദേഷ്യം. എല്ലാരും വന്നേ, വാ ഫുഡ് കഴിക്കാം. അഭിയേട്ടാ, ഇങ്ങ് വന്നേ, വാ പോവാ. കഴിച്ചിട്ട് പോ പാറോ. വേണ്ട ലച്ചുവമ്മേ. ഇവളുടെ വയറ്റിലെന്താ കോഴിക്കുഞ്ഞുണ്ടോ? ആടാ ഉണ്ട്, എനിക്ക് ഇത്തിരി പൊരിച്ചു തരട്ടേടാ പുസ്തകപ്പുഴു. പുസ്തകപ്പുഴു നിന്റെ കെട്ടിയാൽ. ദേ, എന്നെ കെട്ടിയോനെ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞ നീ എന്തേ ഓടി? എന്റെ മക്കളെ, ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് മിണ്ടാണ്ടിരിക്കേ. ആ ആദ്യേട്ടാ ഇരിക്കേ, ഞാൻ വിളമ്പി തരാം. ആ, അവരൊന്ന് വരും. ആര്? ശ്രാവണിമോളും ആവണിമോളും. എന്താ മോനെ, സൂക്ഷിച്ചു കഴിക്കണ്ടേ? ഇന്നാ വെള്ളം. അമ്മേനോട് പറഞ്ഞില്ലല്ലോ ആ യക്ഷി വന്നാര്യം. അങ്ങനൊന്നും പറയല്ലേടാ, അവള് നിന്നെ മുറപ്പെണ്ണല്ലേ.